കോതമംഗലത്ത് ഓൺലൈൻ തട്ടിപ്പ് കേസ് ഒതുക്കാൻ പണം വാങ്ങിയ സംഭവത്തിൽ ബി.ജെ.പി. നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. ബി.ജെ.പി. മണ്ഡലം ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണനും മുൻ സെക്രട്ടറി ടി.എസ്. സുനീഷിനുമെതിരെയാണ് കേസെടുത്തത്. പല തവണയായി 9,74,000 രൂപ വാങ്ങിയെന്നാണ് കേസ്. എന്നാൽ പണം വാങ്ങിയതിന് പാർട്ടിക്ക് പങ്കില്ല എന്നാണ് ബി.ജെ.പി. നേതൃത്വത്തിന്റെ വിശദീകരണം. ബിനിൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് നമുക്കൊപ്പം. ബിനിൽ, ഗുഡ് മോർണിംഗ്. ഈ ഓൺലൈൻ തട്ടിപ്പുകൾ നിരവധി സംഭവങ്ങൾ നമുക്ക് മുന്നിൽ വാർത്തകളായി വരാറുണ്ട്, നമ്മളത് പങ്കുവയ്ക്കാറുണ്ട്. ഈ സംഭവത്തിൽ രണ്ട് ബി.ജെ.പി. പ്രവർത്തകർ, ഒന്ന് ബി.ജെ.പി. മണ്ഡലം ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണനും മുൻ സെക്രട്ടറി ടി.എസ്. സുനീഷും, ഇവർക്കെതിരെയാണല്ലോ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ പാർട്ടിക്ക് നേരിട്ട് ബന്ധമൊന്നുമില്ല എന്ന് നേതൃത്വം പറയുകയും ചെയ്യുന്നു. വിശദാംശങ്ങൾ എന്ത്? ബോത്തി, ഇന്നലെ നാടകീയമായി ചേലാട് സ്വദേശിയായ ആറ്റുപുറത്ത് ജോർജ് കോതമംഗലത്തെ ബി.ജെ.പിയുടെ നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കുടുംബസമേതം എത്തി സമരം നടത്തുകയായിരുന്നു. കുത്തിയിരുന്ന് സമരം നടത്തി. അങ്ങനെ പോലീസ് എത്തി ഇയാളെ കൂട്ടിക്കൊണ്ടുപോയ സമയത്താണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ജോർജ് പരസ്യമായി വിളിച്ചു പറയുന്നത്. അതായത് തൻ്റെ മകൻ കാസർഗോഡ് ഒരു ഓൺലൈൻ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണത്തിന് വിധേയനായി. അതായത് ഈ തട്ടിപ്പിലെ പണം ഈ ജോർജിന്റെ മകന്റെ അക്കൗണ്ട് വഴി പിൻവലിച്ചു എന്നതായിരുന്നു ആരോപണം. അത് സംബന്ധിച്ച് പോലീസിന്റെ അന്വേഷണം നടക്കുമ്പോൾ ആ കേസിൽ നിന്ന് ഒഴിവാക്കി നൽകാം എന്ന് പറഞ്ഞുകൊണ്ട്, അതോടൊപ്പം തന്നെ മറ്റൊരു കേസ് ബംഗളൂരുവിൽ നിന്നും വന്നു. അപ്പോൾ ഈ രണ്ട് കേസുകളിൽ നിന്നും ഒഴിവാക്കി നൽകിയ എന്ന് പറഞ്ഞുകൊണ്ട് പല തവണയായി 9,74,000 രൂപ ഈ ബി.ജെ.പി. നേതാക്കൾക്ക് കൈമാറിയെന്നതാണ് ജോർജ് പറഞ്ഞത്. ജോർജിനെ കോതമംഗലം സ്റ്റേഷനിൽ കൊണ്ടുപോയി വിശദമായ മൊഴി രേഖപ്പെടുത്തി അതിനുശേഷമാണ് ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ബി.ജെ.പിയുടെ കോതമംഗലത്തെ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണനാണ് ഒന്നാമത്തെ പ്രതി. രണ്ടാമത്തെ പ്രതി ടി.എസ്. സുനീഷാണ്. സുനീഷിനെ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് തന്നെ പരാതി വരികയും പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു എന്നാണ് പിന്നീട് നേതൃത്വം വിശദീകരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സുനീഷിനെ രാജി വാങ്ങി എന്നതാണ് അവർ ഔദ്യോഗികമായി പറയുന്നത്. പക്ഷേ ഉണ്ണികൃഷ്ണനെതിരെ യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ല. കാരണം ഉണ്ണികൃഷ്ണൻ ഇതിൽ പങ്കില്ല എന്നതാണ് ബി.ജെ.പി. ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കുമളി സ്വദേശിയായ മറ്റൊരാൾക്കെതിരെ കൂടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതായത് സനൽ എന്നയാളാണ് ഇതിന്റെ ഇടനിലക്കാരനായി നിന്നതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇതൊരു വലിയ തട്ടിപ്പായിട്ട് വരികയാണ്. കാരണം ഈ ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഒരുപാട് അക്കൗണ്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിൽ ഉപയോഗിച്ച ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പണം വാങ്ങുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. എന്തായാലും ഇതിൽ പോലീസിനുള്ളിലെ ആർക്കെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണ വിധേയമാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും എറണാകുളം റൂറൽ പോലീസ് ഇത് സംബന്ധിച്ച വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്.